إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, തഖ്വയോടുകൂടി യഥാർത്ഥ മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അൽ വഖ്ഫു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന രൂപത്തിൽ ദാനം ചെയ്യുന്ന വഖഫ്, അതിനെക്കുറിച്ച് കഴിഞ്ഞ ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കി. അൽ വഖ്ഫു സദഖത്തുൻ ജാരിയ, വഖഫ് എന്ന് പറയുന്നത് മരണാനന്തരം നിലനിൽക്കുന്നതായ ജാരിയയായ, അതിൻ്റെ പ്രതിഫലം മരണാനന്തരം ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ദാനധർമ്മമാണ്. يقول الله عز وجل واعبدوا ربكم وافعلوا الخير لعلكم تفلحون. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. വഫ്അലുൽ ഖൈർ, നിങ്ങൾ നന്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി തീരാൻ വേണ്ടി. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് ഒരു നല്ല കടം കൊടുക്കുവാൻ തയ്യാറുള്ളവരാരാണ്? അപ്രകാരം റബ്ബിന്റെ മാർഗത്തിൽ നിങ്ങൾ വല്ലതും നൽകുകയാണെങ്കിൽ അത് ഇരട്ടിയായി 10 മടങ്ങായി വർദ്ധിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് തിരിച്ചു നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹുവ ഖൈറൻ വഅഅദമ അജ്റ, മാത്രമല്ല അത് ഏറ്റവും അത്യുന്നതമായ ഉത്തമമായ പ്രതിഫലവും അങ്ങേയറ്റം മഹത്വമുള്ള പ്രതിഫലവുമായിരിക്കുമെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അകമഴിഞ്ഞ് നൽകാൻ വേണ്ടി തയ്യാറാകുന്ന സത്യവിശ്വാസികളെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. وَيُطْعِمُونَ الطَّعَامَ عَلَى حُبِّهِ مِسْكِينًا وَيَتِيمًا وَأَسِيرًا.
അവർ അങ്ങേയറ്റത്തെ ഇഷ്ടത്തോടുകൂടി മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അഗതികൾക്കും അനാഥകൾക്കും അതുപോലെ തന്നെ തടവറയിൽ പാർപ്പിക്കപ്പെട്ടവർക്കുമൊക്കെ ഭക്ഷിപ്പിക്കുകയും ഭക്ഷണമെത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. يقول النبي صلى الله عليه وسلم في حديث رواه أبو هريرة رضي الله عنه إذا مات ابن آدم انقطع عمله إلا من ثلاث. ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ കർമ്മങ്ങൾ അവിടെ വെച്ച് അവസാനിക്കും. ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ ഒഴികെ. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തുൻ ജാരിയ, അവന്റെ മരണശേഷവും നിലനിൽക്കുന്നതായ ഒന്നാമത്തെ കാര്യമാണ് അവൻ ഇവിടെ വിട്ടേച്ചു പോയ ചില ദാനധർമ്മങ്ങൾ, എന്നെന്നും നിലനിൽക്കുന്നതായ ദാനധർമ്മങ്ങൾ. അവൻ പണിതിട്ടുള്ള ഒരു പള്ളി, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്നതായ ഒരു പള്ളിക്കൂടം, അതല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആളുകൾക്ക് ഉപകരിക്കുന്നതായ വല്ല അവന്റെ ദാനധർമ്മങ്ങളും മരണാനന്തരം ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുവെങ്കിൽ അതിന്റെ പ്രതിഫലം അവന് ഖബറിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇൻഖതഅ അമലുഹു ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങൾ ഒഴികെ അവന്റെ അമലുകൾ അവസാനിച്ചിരിക്കുന്നു. എന്നാൽ അവസാനിക്കാത്ത മൂന്ന് കർമ്മങ്ങൾ എന്ന് പറയുന്നത് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്നതായി ഇവിടെ വിട്ടേച്ചു പോകുന്നതായ സദഖയാണ്. അതുപോലെ തന്നെ ഇൽമുൻ യുൻതഫഉ ബിഹി, അവൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തതായ നല്ല അറിവ്, അതെത്ര കാലത്തേക്ക് ഈ ഭൂമിയിൽ മറ്റുള്ളവർ കൈമാറി ആ നല്ല അറിവ് ഇവിടെയുള്ള ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുവോ അതിന്റെ പ്രതിഫലം അവന്റെ ഖബറിൽ ലഭിച്ചുകൊണ്ടേയിരിക്കും. ഒരു നല്ല കാര്യത്തിന് മാതൃകയായ മനുഷ്യന് ആളുകൾ ആ നല്ല കാര്യം എത്ര കാലത്തോളം നടപ്പിൽ വരുത്തുന്നുവോ അത്ര കാലത്തോളം അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. അതാണ് ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്രദമായ അറിവെന്ന് പറയുന്നത്. മൂന്നാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അല്ലെങ്കിൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ അവന്റെ സന്താനമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജാബിർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, യഖൂലു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഹഫറ മാഅൻ ലം യശ്റബു മിൻഹു കബിദുൻ ഹർറാ മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ ത്വായിറിൻ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ. ഒരു മനുഷ്യൻ ഒരു കിണർ കുത്തിയാൽ ആ കിണറിൽ നിന്ന് ദാഹിച്ചു വലഞ്ഞ പച്ചക്കരളുള്ള ഏതൊരു ജീവി കുടിക്കുകയാണെങ്കിലും, ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ പക്ഷി മൃഗാദികളാകട്ടെ, അതിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ ഇല്ലാ ആജറഹു അല്ലാഹു യൗമൽ ഖിയാമ, ആ കുടിക്കുന്നതിന് അന്ത്യദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അത്യുന്നതമായ പ്രതിഫലം നൽകുക തന്നെ ചെയ്യും. എന്നിട്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമഫ്ഹസി ഖതാത്തിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഒരു പക്ഷി അടയിരിക്കാൻ വേണ്ടി കൂടുകൂട്ടുന്നത് പോലെ, ചെറുതാണെങ്കിൽ ചെറുത്, ഒരു ഭവനം, അല്ലാഹുവിന്റെ ഭവനമായി ഒരു പള്ളി, ഒരു മസ്ജിദ് ഒരാൾക്ക് ഉണ്ടാക്കുവാൻ, പണി കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിൽ ഭാഗവാക്കാകാനൊക്കെ ഒരാൾക്ക് സാധിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു അവന് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിച്ചു നൽകുമെന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സ്വർഗത്തിൽ ഒരു വീട് നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു قدم النبي صلى الله عليه وسلم المدينة وأمر ببناء المسجد. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്നു. അവരോട് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോ
ആ പള്ളിക്ക് വേണ്ടിയുള്ള സ്ഥലവുമായി ബന്ധപ്പെട്ട് ബനൂ നജ്ജാർ ഗോത്രത്തോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ബനി നജ്ജാർ സാമിനൂനി, അല്ലയോ ബനൂ നജ്ജാർ ഗോത്രമേ, ഈ സ്ഥലത്തിന് എത്ര വിലയാണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബനൂ നജ്ജാർ ഗോത്രം പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂലല്ലാഹ്, ഖാലു യാ റസൂലല്ലാഹ് ലാ നത്ലുബു സമനഹു ഇല്ലാ ഇലല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ലാതെ മറ്റൊരു വിലയും ഞങ്ങൾ അതിന് ആഗ്രഹിക്കുന്നില്ല റസൂലേ എന്ന് പറഞ്ഞുകൊണ്ട് നൽകാൻ തയ്യാറായ ബനൂ നജ്ജാർ ഗോത്രം. കാലം എത്ര കഴിഞ്ഞു, വർഷങ്ങൾ എത്ര കഴിഞ്ഞു, എത്രമാത്രം ലക്ഷക്കണക്കിന് മനുഷ്യർ ദിനേനയെന്നോണം നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്ന അതിന്റെ എല്ലാം പ്രതിഫലം അത് നൽകിയ ആളുകൾക്ക് ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് പരിശുദ്ധമായ ഇസ്ലാമിലെ വഖഫ് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ നൽകിയതായ ഒരു ദാനധർമ്മം, അതിൽ നിന്ന് ഏതൊരു ജീവജാലത്തിന് ഉപയോഗം ലഭിക്കുന്ന രൂപത്തിൽ അതിവിടെ അവശേഷിക്കുന്നുണ്ടോ അതിന്റെ പ്രതിഫലം അത് നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല 10 മടങ്ങായി നൽകിക്കൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രതിഫലത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ യശ്തരി ബിഅറ റൂമ ഫയജ്അലു ഫീഹാ ദിൽവഹു മഅ ദിലാഇൽ മുസ്ലിമീൻ ബിഖൈരിൻ ലഹു മിൻഹാ ഫിൽ ജന്ന. വിശ്വാസികൾക്കും മുസ്ലിമീങ്ങളായ ആളുകളെ ബിഅർ റോമയിൽ നിന്ന് വെള്ളമെടുക്കരുത് എന്ന് പറഞ്ഞ് അകറ്റി നിർത്തിയപ്പോ ആ ബിഅർ റോമ വാങ്ങി അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധം ദാനം ചെയ്യാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചപ്പോ ഫശ്തറാഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വതസദ്ദഖ ബിഹി ഫീ സബീലില്ലാഹ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വിലക്ക് വാങ്ങി ദാനം ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അപ്രകാരം ചെയ്യുന്നവരാരോ അവർക്ക് അതിനേക്കാൾ അത്യുന്നതമായ ഒന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ വെച്ച് നൽകും. അതുകൊണ്ട് വമാ തഫ്അലൂ മിൻ ഖൈരിൻ യഅലമുഹുല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല സസൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിന്റെ പ്രതിഫലം അല്ലാഹുവിന്റെ പക്കൽ നഷ്ടപ്പെടുകയില്ല എന്ന് പഠിപ്പിക്കുന്ന ദീനിന്റെ വക്താക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് ദാനധർമ്മത്തിനും ദാനം നൽകുന്നതിനും ഈ മതം ഇത്രമാത്രം പ്രാധാന്യം കൽപ്പിക്കുന്നത്. നിലനിൽക്കുന്ന ദാനങ്ങളാകട്ടെ അതിന് പരിശുദ്ധ ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുണ്ട്. മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين. أما بعد، أيها الإخوة، أوصيكم بتقوى الله. يقول الله عز وجل: لن تنالوا البر حتى تنفقوا مما تحبون. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങളേറെ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് മനസ്സറിഞ്ഞ് ചിലവഴിക്കാനും ദാനം ചെയ്യാനും സാധിക്കാത്തിടത്തോളം ഒരിക്കലും ബിർറ് പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല എന്ന്. ഇഷ്ടപ്പെടുന്ന ധനത്തിൽ നിന്ന് മനസ്സറിഞ്ഞ് നൽകുമ്പോൾ റബ്ബ് ദുനിയാവിലും ആഖിറത്തിലും നൽകും. അതിലുപരി ഹൃദയത്തിൽ പുണ്യം കരസ്ഥമാക്കാൻ സാധിക്കും. ഈ വചനം ഇറങ്ങിയപ്പോഴാണ് അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന ബൈറൂഹ അഹബ്ബു അൽ അംവാലി ഇലൈ, എന്റെ ധനത്തിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബൈറൂഹ എന്ന് പറയുന്ന തോട്ടമാണ് റസൂലേ, അത് ഞാൻ ദാനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ സ്വഹാബാക്കളുടെ മാർഗം അത് നമുക്ക് മാതൃകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധർമ്മിഷ്ഠരായ ദാനശീലരായ ആളുകളിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ജാരിയത്തായ സ്വതക്ക ചെയ്യാൻ കിണറുകളാകട്ടെ മസാജിദുകളാകട്ടെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഉപകാരപ്രദമായ എന്തെല്ലാം ദാനങ്ങളാകട്ടെ അതിന് മുന്നിട്ടിറങ്ങാനും അത് നിർവഹിക്കാനുമുള്ള തൗഫീഖ്
റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുമാറാകട്ടെ. വഖഫും അതുപോലെ തന്നെ സംശുദ്ധമായ ദാനങ്ങളെക്കുറിച്ചൊക്കെ തെറ്റായ ധാരണകൾ പലരും പ്രചരിപ്പിക്കുന്ന വേളയിൽ അപ്രകാരമല്ല, അതിൻ്റെ വസ്തുത എന്താണ് എന്ന് മനസ്സിലാക്കുകയും അത് പഠിച്ചത് ജീവിതത്തിൽ കൂടുതൽ പ്രാവർത്തികമാക്കി അതിൻ്റെ നന്മ എന്ത് എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാനും സമൂഹത്തിന് അതിൻ്റെ ഉപകാരം ലഭിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കേവർക്കും ഉണ്ടാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين 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 برحمتك يا أرحم الراحمين. وأقم الصلاة.